മെറ്റൽ കട്ടിംഗ്. മെറ്റൽ കട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എക്സസ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്ത് നമുക്ക് വേണ്ട സർഫസ് ഫിനിഷും വേണ്ട ഡയമെൻഷനിലോട്ടും കൊണ്ടുവരുന്നതിന് ഒരു സ്റ്റോക്ക് ഓഫ് മെറ്റലിനെ വേണ്ട ഡയമെൻഷനിലോട്ടും വേണ്ട സർഫസ് ഫിനിഷിലോട്ടും കൊണ്ടുവരുന്ന പ്രോസസ്സിനെ ആണ് മെറ്റൽ കട്ടിംഗ് എന്ന് പറയുക. ഇപ്പോൾ കൺവെൻഷണൽ നമ്മൾ മെഷീൻ ഷോപ്സിൽ ചെയ്യുന്ന പ്രോസസ്സ്, മെറ്റൽ കട്ടിംഗ് ചെയ്യുന്ന പ്രോസസ്സിനെ കൺവെൻഷണൽ മെഷീനിങ് എന്ന് പറയും. അതിനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസിനെ മെഷീൻ ടൂൾസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു മെഷീൻ ടൂളാണ്. മില്ലിംഗ് മെഷീൻ, ഷേപ്പർ, ഇവയൊക്കെ മെഷീൻ ടൂൾസാണ്. അങ്ങനെ നമ്മൾ ഈ മെറ്റൽ സർഫസിൽ നിന്ന്, ഈ സ്റ്റോക്കിൽ നിന്ന് തിൻ ചിപ്സായിട്ടാണ് മെറ്റീരിയൽ റിമൂവ് ചെയ്ത് പോവുക. അങ്ങനെ മെറ്റീരിയൽ റിമൂവ് ചെയ്ത് പോകുന്ന വഴി നമുക്ക് വേണ്ട സർഫസ് ഫിനിഷും വേണ്ട ഡയമെൻഷനും ടോളറൻസും കിട്ടും. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മേജർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ, മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ. ഇപ്പോൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ എന്ന് വെച്ചാൽ ലെയ്ത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന, നമ്മൾ കട്ടിംഗ് ടൂൾ ജോമെട്രിയിലോട്ട് വരും, ലെയ്ത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂളാണ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. Why it is called single point cutting tool? During cutting operation, just a pin point of the tool comes in contact with the worked surface. അതായത് കട്ടിംഗ് ഓപ്പറേഷനിൽ ഒരു പോയിന്റ് മാത്രമേ വർക്ക് സർഫസുമായിട്ട് വർക്ക് പീസുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ എന്ന് പറയും. ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗർ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ്. ഈ കട്ടിംഗ് ഓപ്പറേഷനിൽ ഈ ഒരു സിംഗിൾ പോയിന്റ് മാത്രമേ കോണ്ടാക്റ്റ് വരികയുള്ളൂ. ഈ ഒറ്റ സിംഗിൾ പോയിന്റ് മാത്രമേ വർക്ക് പീസുമായിട്ട് കോണ്ടാക്റ്റ് വരികയുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത്. ഈ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂള് ഒരു ആപ്പ് പോലത്തെ വെഡ്ജ് ഷേപ്ഡ് ടൂളാണ്. ഈ ടൂളിന് ഒരു റേക്ക് ഫേസ് ഉണ്ട്, ഒരു ക്ലിയറൻസ് ഉണ്ട്. അപ്പോൾ ഒരു സർഫസ് കോണ്ടാക്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു റേക്ക് ഫേസ്, ഈ റേക്ക് ഫേസിലൂടെ ആയിരിക്കും ചിപ്പ് സ്ലൈഡ് ചെയ്യുക. ഈ ചിപ്പ് കേൾ ചെയ്ത്, അതായത് ചുരുണ്ട് റിബൺ പോലെ കേൾ ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോവുക ചെയ്യാം. ഇനി ഇവിടെ ഒരു ഷിയർ പ്ലെയിൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ടൂള് വർക്ക് പീസിലോട്ടൊരു ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ ഈ മെറ്റീരിയലിനൊരു ഡീഫോർമേഷൻ ഉണ്ടാകും. ഇനി ആ മെറ്റീരിയലിൻ്റെ പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് എക്സീഡ് ചെയ്യുമ്പോൾ ഈ മെറ്റീരിയൽ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോകും. അങ്ങനെ ഏത് പ്ലെയിനിലാണോ ആ മെറ്റീരിയൽ ചിപ്പായിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നത്, ആ പ്ലെയിനെയാണ് നമ്മൾ ഷിയർ പ്ലെയിൻ എന്ന് പറയുന്നത്. അതായത് ടൂള് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് നമുക്കതിന് സ്ട്രെസ് എന്ന് പറയാം. ആ സ്ട്രെസ്സിൽ ഓരോ മെറ്റീരിയലിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ കാസ്റ്റ് അയണിൻ്റെ ആയിരിക്കില്ല, മൈൽഡ് സ്റ്റീലിൻ്റെ. അപ്പോൾ ഓരോ മെറ്റീരിയലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഏത് സ്ട്രെസ് ഏത് ഫോഴ്സിലാണോ അത് ബ്രേക്ക് ചെയ്ത് പോകുന്നത്, ആ ബ്രേക്ക് ചെയ്ത് പോകുന്ന പ്ലെയിനെ ഷിയർ പ്ലെയിൻ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ഈ വർക്ക് സർഫസിൽ നിന്ന് ഇതാണ് കട്ട് സർഫസ്. അപ്പോൾ അൺകട്ടും കട്ട് സർഫസ് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുക. ഇനി ഇതിനെ എത്രത്തോളം കട്ട് ചെയ്ത് പോയി എന്നതിനെയാണ് നമ്മൾ ചിപ്പ് തിക്നെസ് എന്ന് പറയുക. കട്ടിംഗ് ഓപ്പറേഷനെ മെയിനായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷനാണുള്ളത്. ഒന്ന് ഓർത്തോഗണൽ കട്ടിംഗ്, രണ്ട് ഒബ്ലിക് കട്ടിംഗ്. ഇപ്പോൾ ഓർത്തോഗണൽ കട്ടിംഗ് എന്ന് പറയുമ്പോൾ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ടൂൾ റിമെയിൻസ് നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് ടൂൾ ഫീഡ്. അപ്പോൾ ടൂൾ ഫീഡ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്. കട്ടിംഗ് എഡ്ജും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഓർത്തോഗണൽ കട്ടിംഗ് എന്ന് പറയുന്നത്. നോർമൽ എന്ന് പറയുന്നത് ഓർത്തോഗണൽ ഓർ പെർപെൻഡിക്കുലർ സെയിം മീനിങ് ആണ്. കട്ടിംഗ് എഡ്ജും ഡയറക്ഷൻ ഓഫ് ടൂൾ ഫീഡും നോർമൽ ആണെങ്കിൽ, ഓർത്തോഗണൽ ഓർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനെ ഓർത്തോഗണൽ കട്ടിംഗ് എന്ന് പറയും. ഇനി കട്ടിംഗ് എഡ്ജ് സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ കട്ടിംഗ് എഡ്ജ് ഫീഡിന് ഒരു ആംഗുലർ ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ, അതായത് ഒരു അക്യൂട്ട് ആംഗിൾ ആയിരിക്കും ഉണ്ടാവുക, ലെസ് ദാൻ 90 ആയിട്ടുള്ളൊരു ആംഗിൾ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ കട്ടിംഗ് എഡ്ജും ഡയറക്ഷൻ ഓഫ് ഫീഡും, ഇവിടെ കട്ടിംഗ് എഡ്ജ് കാണിച്ചിട്ടുണ്ട്,
കട്ടിങ് എഡ്ജ് കാണിച്ചിട്ടുണ്ട്, ഫീഡ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഫീഡ് കാണിച്ചിട്ടുണ്ട്. ഇത് ഒരു ആംഗിളിലാണെങ്കിൽ, അതായത് <90 ഒരു ആംഗിളിലാണെങ്കിൽ അതിനെ ഒബ്ലിക് കട്ടിങ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ടേണിങ്ങിൻ്റെ കേസിൽ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതാണ്. ഇവിടെ നോക്കുക, ഫീഡ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഫീഡും കട്ടിങ് എഡ്ജും തമ്മിൽ, ഫീഡും ഈ ഡയറക്ഷനാണ് ഫീഡ്, ഇതാണ് കട്ടിങ് എഡ്ജ്. അത് കറക്റ്റ് 90 ആയതുകൊണ്ട് അതിന് ഓർത്തോഗണൽ കട്ടിങ് എന്ന് പറയും. ഇനി കട്ടിങ് എഡ്ജും ഫീഡും ഒരു ആംഗുലർ ഇൻക്ലിനേഷൻ ഇതുപോലെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒബ്ലിക് കട്ടിങ് എന്ന് പറയും. ഒരു ടിപ്പിക്കൽ ടേണിങ് ഓപ്പറേഷനിലെ, ടേണിങ് എന്താ നമ്മൾ ലേത്ത് ഓപ്പറേഷൻസിൽ കണ്ടു. ഒരു ടിപ്പിക്കൽ ടേണിങ് ഓപ്പറേഷൻസിലെ എന്തൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വർക്ക് പീസ്, ചക്കിൽ ഫിക്സ് ചെയ്തൊരു വർക്ക് പീസ് ആയിരിക്കും ഇരിക്കട്ടെ. ആ വർക്ക് പീസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ആരോസ് കാണിച്ചിട്ടുണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടൂള് ഫീഡ് ചെയ്യുന്നു. അതാണ് കട്ടിംഗ് ടൂൾ. ലേത്തിൽ നമ്മൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ യൂസ് ചെയ്യുന്നു. ഇനി എന്തൊക്കെയാണ് ഇവിടെ വരുന്ന ഫോഴ്സസ് നോക്കാം. ഈ കട്ടിംഗ് ടൂളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സസ് നോക്കാം. ഈ വർക്ക് പീസിൻ്റെ സെൻറ്ററിലോട്ട്, അതായത് കട്ടിംഗ് ടൂൾ ഫീഡ് ചെയ്യുമ്പോൾ വർക്ക് പീസിൻ്റെ സെൻറ്ററിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ റേഡിയൽ ഫോഴ്സ് എന്ന് പറയും. ഈ റേഡിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് അറൗണ്ട് 6% ആയിരിക്കും. അതായത് ഒരു നോർമൽ കട്ടിംഗ് ഓപ്പറേഷനിൽ, സാധാരണ കട്ടിംഗ് ഓപ്പറേഷനിൽ ഈ റേഡിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് 6% ആയിരിക്കും. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വർക്ക് പീസ് കട്ടിംഗ് ടൂളിൽ പ്രയോഗിക്കുന്ന ഈ ഫോഴ്സ്, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കട്ടിംഗ് ഓപ്പറേഷൻ പ്രയോഗിക്കുന്ന ഈ ഫോഴ്സിനെ ടാൻജൻഷ്യൽ കട്ടിംഗ് ഫോഴ്സ് എന്ന് പറയും. ഈ ടാൻജൻഷ്യൽ കട്ടിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അറൗണ്ട് 67% ആയിരിക്കും. ഇനി നമ്മൾ ടൂളിനൊരു ഫീഡ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ഒരു ഫീഡ് കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ് എന്ന് പറയും. ഓർ ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയും. ഈ ഫീഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫീഡ് കൊടുക്കുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ വർക്ക് പീസ് കട്ടിംഗ് ടൂളിൽ പ്രയോഗിക്കുന്നതിന് ഫോഴ്സ് ഉണ്ട്. നമ്മൾ ഈ ഡയറക്ഷനിൽ ഫീഡ് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ RHS to LHS ഫീഡ് കൊടുക്കുന്നു. അങ്ങനെ ഫീഡ് കൊടുക്കുമ്പോൾ ഈ കട്ടിംഗ് ടൂളിലോട്ട് വർക്ക് പീസ് പ്രയോഗിക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയുക. ആ ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അറൗണ്ട് 27% ആയിരിക്കും. ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ വർക്ക് പീസ് കട്ടിംഗ് ടൂളിൻ്റെ ടിപ്പിലോട്ട്, കട്ടിംഗ് നോസ് എന്ന് പറയും, ആ ടിപ്പിലോട്ട് കോണ്ടാക്ട് വരുന്ന പോയിന്റിലോട്ട് പ്രയോഗിക്കുന്ന ഫോഴ്സാണ് കട്ടിംഗ് ഫോഴ്സ്. മോർ സ്പെസിഫിക്കലി ടാൻജൻഷ്യൽ കട്ടിംഗ് ഫോഴ്സ്. ഇനി അടുത്തത്, വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വർക്ക് ടിപ്പിലോട്ട് വർക്ക് പീസിൻ്റെ എലോങ് ദ റേഡിയസ് വരുന്ന ഫോഴ്സാണ് റേഡിയൽ കട്ടിംഗ് ഫോഴ്സ്. അതെന്ന് പറയുന്നത് ഏകദേശം 6% ആയിരിക്കും ഉണ്ടാവുക. കട്ടിംഗ് ഓപ്പറേഷൻസിനെ 2 ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഓർത്തോഗണൽ കട്ടിംഗ് ആൻഡ് ഒബ്ലിക് കട്ടിംഗ്. അപ്പോൾ ഓർത്തോഗണൽ കട്ടിങ് ടൂളിൻ്റെ ഫീഡും കട്ടിംഗ് എഡ്ജും തമ്മിലുള്ള ആംഗിൾ, ടൂൾ ഫീഡും കട്ടിംഗ് എഡ്ജും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ ഓർത്തോഗണൽ കട്ടിംഗ് എന്ന് പറയും. ഇനി ടൂൾ ഫീഡും കട്ടിംഗ് എഡ്ജും തമ്മിലുള്ള ആംഗിൾ അതർ ദാൻ 90 ആണെങ്കിൽ, സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ അതർ ദാൻ 90 ആണെങ്കിൽ അതിനെ നമ്മൾ ഒബ്ലിക് കട്ടിംഗ് എന്ന് പറയും. അപ്പോൾ ഓർത്തോഗണൽ കട്ടിംഗ്, ഒബ്ലിക് കട്ടിംഗ്, അതിനെ നമുക്ക് ഒന്ന് ക്ലാസിഫിക്കേഷൻസ് നോക്കാം, ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് വൺ, കട്ടിംഗ് എഡ്ജ് നോർമൽ ടു ദ ടൂൾ ഫീഡ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. ഇനി ഓർത്തോഗണൽ ഒബ്ലിക്കിൻ്റെ കേസിൽ കട്ടിംഗ് എഡ്ജ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ടു ഫോഴ്സ് ടൂൾ ഫീഡ്. ഇനി ഓർത്തോഗണൽ കട്ടിങ്ങിലോട്ട് വരുമ്പോൾ only 2 ഫോഴ്സ് കമ്പോണൻസ് ഏതൊക്കെയാണ്? കട്ടിംഗ് ഫോഴ്സും ത്രസ്റ്റ് ഫോഴ്സും മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഒബ്ലിക് കട്ടിങ്ങിലോട്ട് വരുമ്പോൾ കട്ടിംഗ് ഫോഴ്സ്, ത്രസ്റ്റ് ഫോഴ്സ് ആൻഡ് റേഡിയൽ ഫോഴ്സ്. കട്ടിംഗ് ഫോഴ്സ് എന്താണ്, ത്രസ്റ്റ് ഫോഴ്സ് എന്താണ്, റേഡിയൽ ഫോഴ്സ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതാണ്, തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞതാണ്. ഇവിടെ 3 കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് വരും. ഇനി തേർഡ് കമ്പാരിസൺ, ഷിയർ ഫോഴ്സ്
ആക്ട്സ് ഓൺ എ സ്മോൾ ഏരിയ. അതായത് ഇത് ഇൻക്ലൈൻഡ് അല്ലാത്തതുകൊണ്ട്, ടൂൾ ഫീഡും കട്ടിംഗ് ടൂൾ മോഷനും ഇൻക്ലൈൻഡ് അല്ലാത്തതുകൊണ്ട്, ഡയറക്റ്റ്ലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ചെറിയൊരു ഏരിയയിൽ കോണ്ടാക്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് ചെറിയ ഷിയർ ഏരിയ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഒബ്ലിക് കട്ടിങ്ങിൻ്റെ കേസിൽ ഷിയർ ഫോഴ്സ് ആക്ട്സ് ഓൺ എ ലാർജർ ഏരിയ. ഇവിടെ അറിയാം ഇത് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ ഷിയർ ഫോഴ്സ് ഒരു വലിയ ഏരിയയിൽ ആക്ട് ചെയ്യും. അതാണ് ഓർത്തോഗണൽ കട്ടിങ് ഒബ്ലിക് കട്ടിങ്ങിൻ്റെ മേജർ ഡിഫറൻസസ്. അടുത്തത് ഓർത്തോഗണൽ ഒബ്ലിക്കിൻ്റെ ഡിഫറൻസസ് നോക്കാം. ഏതൊക്കെ ഓപ്പറേഷൻസ്? ഓർത്തോഗണലിൻ്റെ ഒരു ഓപ്പറേഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാർട്ടിങ് ഓഫ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാർട്ടിങ് ഓഫ്, ഇനി സ്വേജിങ്, ബ്രോഷിങ് ഒക്കെ ഉണ്ട്, അതൊക്കെ വരും മൊഡ്യൂളുകളിൽ പഠിക്കും. പാർട്ടിങ് ഓഫ് അതായത് ഒരു അണ്ടർ കട്ടിങ് പറയും. ലെയ്ത്ത് ഓപ്പറേഷൻസിൽ പാർട്ടിങ് എന്താണ്, അണ്ടർ കട്ടിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അതാണ് ഓർത്തോഗണൽ കട്ടിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി ഒബ്ലിക് കട്ടിങ്ങിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ലെയ്ത്തിൽ നമ്മൾ ചെയ്യുന്ന ടേണിങ് പ്രോസസ്സ്. ലെയ്ത്തിൽ ചെയ്യുന്ന ടേണിങ് പ്രോസസ്സാണ് ഒബ്ലിക് കട്ടിങ്ങിന് എക്സാമ്പിൾ. ലെയ്ത്ത് ചെയ്യുന്ന ടേണിങ് പ്രോസസ്സ്, ഡ്രില്ലിംഗ് പ്രോസസ്സ് മുതലായവയാണ് ഒബ്ലിക് കട്ടിങ്ങിന് എക്സാമ്പിൾ. അപ്പം നമ്മൾ മെറ്റൽ കട്ടിങ് എന്താണെന്നുണ്ട്, എന്തിനാണ് മെറ്റൽ കട്ടിങ് എന്തിനാണ്, ഡയമെൻഷൻ ടോളറൻസിന്, സർഫസ് ഫിനിഷ് കിട്ടാൻ. ഇനി ഫ്ലാറ്റും സിലിണ്ടറിക്കലുമായുള്ള വർക്കിനാണ് നമ്മൾ മെഷീൻ ഓപ്പറേഷൻസ് യൂസ് ചെയ്യുക. ഫ്ലാറ്റ് വർക്ക് പീസസിന് നമ്മൾ ഷേപ്പർ, പ്ലെയിനർ തുടങ്ങിയ മെഷീൻ ടൂൾസ് യൂസ് ചെയ്യും. ഇനി സിലിണ്ടറിക്കലിന് നമ്മൾ ലേത്ത് യൂസ് ചെയ്യും. ഇനി കട്ടിങ്ങിൻ്റെ എങ്ങനെയാണ് ഒരു മെറ്റീരിയലിൽ നിന്ന്, എക്സസ് മെറ്റീരിയൽ എങ്ങനെയാണ് ചിപ്പായിട്ട് റിമൂവ് ചെയ്യുന്നത് കണ്ടു. ഷിയർ പ്ലെയിൻ എന്താണെന്ന് കണ്ടു, ഷിയർ സ്ട്രെസ് എന്താണെന്ന് കണ്ടു. ഈ കട്ടിങ്ങിൻ്റെ മേജർ ക്ലാസിഫിക്കേഷൻസ്: ഓർത്തോഗണൽ കട്ടിങ്, ഒബ്ലിക് കട്ടിങ്, ഫോഴ്സസ് ഓൺ ദ കട്ടിങ് ടൂൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.